Good afternoon. Good afternoon, teacher. Good afternoon, Miss. ഷുഗ കഴിഞ്ഞോ? കഴിഞ്ഞോ? പഠിച്ചായിരുന്ന ഈ ദിവസങ്ങൾ ഇപ്പോ 5-6 ദിവസത്തോളം നമുക്ക് അവധിയായിരുന്നു അല്ലേ? കഴിഞ്ഞ വെനസ്ഡേ മുതൽ നിങ്ങൾക്ക് ലീവ് തന്നേക്കല്ലായിരുന്നോ? വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ പിന്നെ ക്ലാസ് ഇല്ല, സാറ്റർഡേ സൺഡേ ഇല്ല, പിന്നെ മൺഡേ. അപ്പോ 5-6 ദിവസത്തോളം കിട്ടി. പഠിച്ച ആരെങ്കിലൊക്കെ? ഇന്നലെ പഠിച്ചില്ല ടീച്ചർ. ഇന്നലെ പഠിച്ചില്ല അല്ലെ? നിങ്ങള് എന്റെ എക്സാമിന്റെ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, ഡേറ്റ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊന്നും? ഇല്ല ടീച്ചർ. ഒന്നും ആയിട്ടില്ല അല്ലെ? എന്തായാലും നമുക്ക് പഠിത്തം തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെ എക്സാം. അപ്പൊ മാക്സിമം ഡേറ്റ് നിങ്ങൾ നോക്കണ്ട, എന്തായാലും മാക്സിമം നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ചെയ്യാം കേട്ടോ. റിവിഷനും നമുക്ക് എത്ര ദിവസം കിട്ടുന്ന അറിയില്ല, എങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ ഒരു പാഠത്തെ ബേസ് ചെയ്തിട്ട് 5 ക്വസ്റ്റ്യൻ വീതം ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എത്ര ദിവസം നമുക്ക് ഇത് റിവിഷൻ കിട്ടും എന്നുള്ളത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് 2-3 ചാപ്റ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ഞങ്ങൾക്ക് അറിയില്ല നമുക്കൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന്. 1-2 ചാപ്റ്റർ വെച്ചിട്ട് ഓരോ ദിവസവും നമുക്കൊന്ന് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നത്. ഓക്കെ, എത്ര മാർക്കിനാണ് ടോട്ടൽ? എത്ര മാർക്കിന്റെയാണോ? ഇപ്പോ കഴിഞ്ഞ നമുക്ക് ബാച്ചിന് 50 മാർക്കായിരുന്നു, 10 മാർക്ക് ഇംഗ്ലീഷിന്റെ, അങ്ങനെ 60-ലായിരുന്നു കഴിഞ്ഞ ബാച്ചിന്റെ എക്സാം ആയിരുന്നത്. ഇപ്പൊ ഇതിന്റെ നിങ്ങളുടെ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇന്നിപ്പോ എത്തുമായിരിക്കും, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഡേറ്റും കൺഫേം നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പിലേക്ക് ഇടും എത്ര മാർക്കിന്റെയാണ്, ഓരോരുത്തരുടെ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത്. നമുക്ക് ഒരു 10-13 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും. നിങ്ങൾക്ക് എത്രയാ? കഴിഞ്ഞ ബാച്ചിന് 50-ലായിരുന്നു എക്സാം വന്നത്. പിന്നെ 10 മാർക്കിന്റെ ഇംഗ്ലീഷിന്റെ, അങ്ങനെ 60-ലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത് കഴിഞ്ഞ. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് 4 ടീച്ചേഴ്സ് അല്ലേ നിങ്ങൾക്ക് ഇതിപ്പോ ഡിവൈഡ് ചെയ്തെടുക്കുന്നേ. 50 ആണെങ്കിലും ഒരു 10-13 ക്വസ്റ്റ്യൻ ഒക്കെ വീതം ഓരോരുത്തരുടെയും ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ ഇതിപ്പോ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് രണ്ട് ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ 2 ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ മൊത്തത്തില് നമുക്ക് എല്ലാ ചാപ്റ്ററും ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്തായാലും അടുത്തിട്ടുണ്ട്. കറക്റ്റ് ഡേറ്റ് എന്നത്തേക്കാന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി നിങ്ങൾ ഡേറ്റ് വരാനായിട്ട് ഇനി വെയിറ്റ് ചെയ്തിരിക്കണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോ കിട്ടുന്ന മാക്സിമം സമയം നിങ്ങൾ പഠിക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ആദ്യം തന്നെ ആ ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയേ. നിങ്ങൾ ചാപ്റ്റേഴ്സിന്റെ എന്താ പറയാ ഹെഡിങ് നോക്കണ്ട കേട്ടോ. ഹെഡിങ് നിങ്ങൾ നോക്കിയാൽ മതി, ആ ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട. അപ്പൊ ഒന്ന് നോക്കിയേ. നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞ 12 ചാപ്റ്റർ ഒക്കെയാണ് നമ്മുടെ എക്സാമിന് ഉള്ള പോർഷൻസ്. ഞാനൊന്ന് പറയാം, നിങ്ങളൊന്ന് നോട്ട് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെയാണ് എക്സാമിനുള്ളതെന്നുള്ളത്? നോട്ട് ചെയ്തായിരുന്നല്ലേ? ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽ വരുന്നുണ്ട്, പിന്നെ ബ്ലഡ് ബാങ്ക്, CSST, റേഡിയോളജി, ഡയറ്ററി സർവീസ്, ഡയാലിസിസ്, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, മെഡിക്കൽ ഗ്യാസസ്, പിന്നെ അടുത്തത് ഹൗസ് കീപ്പിംഗ് സർവീസസ്, മോർച്ചറി സർവീസസ്, ആംബുലൻസ് സർവീസസ്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരുന്നത്. അപ്പോ എത്രയുണ്ട്? 12 അല്ലേ? അപ്പൊ ഇത്രയാണ് എക്സാമിന് നിങ്ങൾക്കുള്ള എന്റെ ഒരു ഭാഗത്തു നിന്നുള്ള ചാപ്റ്റേഴ്സ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഫസ്റ്റ് 1-2-3 ചാപ്റ്റർ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ നമ്മൾ റിവിഷൻ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോഴാണ് എക്സ്ട്രാ ഒരു ക്ലാസ് കൂടി നമ്മൾ എടുക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ഇനിയുള്ള കിട്ടുന്ന ക്ലാസ്സുകൾ നമുക്ക് വേഗം ഒന്ന് എന്താ പറയാ റിവിഷൻ നടത്താം കേട്ടോ. ഓക്കെ, 2-3 ചാപ്റ്ററോ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ആണ്.
അത് പിന്നെ ഒരു പേജേ ഉള്ളൂ. അത് നമ്മള് ചാപ്റ്റർ ഒന്ന് എടുക്കട്ടെ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒരു പേജേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ മോക്ക് ടെസ്റ്റിലും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ട്രായും എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കിയേ, ജസ്റ്റ് പ്രിന്റഡ് നോട്ട് കയ്യിലുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇനിയിപ്പോ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഇനി നിങ്ങൾക്ക് തരുന്നില്ല, ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോകാം. ചാപ്റ്റേഴ്സ് നമുക്ക് കൂടുതലുണ്ട്. അപ്പൊ ഈ ഒരാഴ്ച ആയിരിക്കും, ഈ ഒരാഴ്ച തന്നെ കിട്ടുമെന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക് എക്സാമിന്. അപ്പൊ അതുകൊണ്ട് ഇനി ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്റർ വൈസ് ഇനി ഓരോ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതി പോകുമ്പോൾ നമുക്ക് എല്ലാ ചാപ്റ്ററും കവർ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒന്ന് അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് നോക്കിക്കഴിഞ്ഞ് നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയറിലെ 2 ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നിങ്ങൾ ഓൾറെഡി അപ്പത്തേക്ക് ഒരുവിധം ആയിക്കോളും. ഓക്കെ, നോക്കാം. നമുക്ക് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഈ ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ എന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ, ഹോസ്പിസ്, ഇതൊക്കെ ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? ആർ ഓൾ അക്കോർഡിംഗ് ടു ദ എറ്റിമോളജി റിലേറ്റഡ് ടു ദ ലാറ്റിൻ നോൺ ഹോസ്പിസ് ആണ്. അപ്പൊ അതിനകത്ത് ചോദിക്കാൻ നമുക്ക് ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ ആൻഡ് ഹോസ്പിസ് ആർ derived from the Latin word dash. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? ഹോസ്പിസ്. ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹോസ്പസ്? എന്താ മീനിങ് പറഞ്ഞത്? ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് ഓർ വിസിറ്റർ. ഇപ്പൊ നമ്മളത് ചെയ്യുമ്പോ, ഈ റിവിഷൻ ചെയ്യുമ്പോ പഠിക്കാത്തവര് ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക. പഠിച്ച കുട്ടികൾ ഒന്നുകൂടി അതൊന്ന് റിവൈസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അപ്പൊ മാക്സിമം നമുക്ക് ഇത് റിവൈസ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഗസ്റ്റ് ഓർ വിസിറ്റർ. അപ്പൊ അത് എന്താ, ബ്രാക്കറ്റിൽ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക ഏതാണ് കറക്റ്റ്. ഗസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ബാക്കിത്തെ 3 റോങ് ആൻസർ ആണ്. ഈ ഗസ്റ്റ് എഴുതുക. ഓപ്ഷനിൽ വിസിറ്റർ ആണ് കൊടുത്തെങ്കിൽ അതെടുത്ത് എഴുതുക. ഗസ്റ്റ് ഓർ വിസിറ്റർ എന്നാണ് മീനിങ്, ഹോസ്പിസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ്. പിന്നെ അടുത്തത് നെക്സ്റ്റ്, പിന്നെ എന്താ പറയാ, അവിടെ ഒരു ഡെഫിനിഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ഓഫ് ഹോസ്പിറ്റൽ. എന്താ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത്? സിമ്പിൾ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റലിന്റെ? കേൾക്കുന്നില്ലേ നിങ്ങള്? എന്താണ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ? ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ providing medical and surgical treatment and nursing care for any injured people. നിങ്ങൾക്ക് ഡെഫിനിഷൻ ആയിട്ട് എഴുതാൻ ചോദിക്കില്ല. അപ്പൊ ഇവിടെ ചോദിക്കാം, ഡാഷ് ആർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിംഗ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് and nursing care for any ill or injured people. ഹോസ്പിറ്റൽസ്, ഹോസ്പിറ്റൽസ്. പിന്നെ അടുത്ത് നമ്മള് നെക്സ്റ്റ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനിഷൻ പറഞ്ഞത്, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ that make the use of physician, surgeon and the team of technical staff in order to provide facilities for diagnosis, therapy, rehabilitation, prevention and education and research. Okay, അപ്പൊ ഇതുകൂടി നൽകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിഷ്യനെയും സർജനെയും ടെക്നിക്കൽ സ്റ്റാഫിനെയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫെസിലിറ്റീസ്, ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഇതൊക്കെ ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഹോസ്പിറ്റൽ. നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മൾ എടുത്ത ചാപ്റ്റർ ഏതായിരുന്നു? വെന്റിലേറ്റർ ആയിരുന്നില്ലേ? എടുത്തില്ലായിരുന്നു? എടുത്തു. അപ്പൊ 13 ചാപ്റ്റർ വരൂല്ലേ എക്സാമിന്? വെന്റിലേറ്ററും കൂടി കൂട്ടിയിട്ട്. അത് അശ്വതി ടീച്ചറിന്റെ പോർഷൻ ആണ്. അശ്വതി ടീച്ചറിന്റെ പോർഷൻ ആണ്, ഞാനാണ് എടുത്തത്. ഓക്കെ,
അപ്പൊ അതും കൂടി എന്താ നമ്മുടെ ഇതിനകത്ത് എഴുതിക്കൊള്ളണം കേട്ടോ. വെന്റിലേറ്ററും കൂടി നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ അതും കൂടി ചെയ്യാം. അശ്വതി ടീച്ചർ ആയിരുന്നു, അശ്വതി ടീച്ചറിന് കൊടുത്തതാണ്. പക്ഷേ നമ്മൾക്കത് ആ ടൈം നിൽക്കുക എല്ലാവർക്കും ഒപ്പം ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും ടീച്ചറും കൂടി ഓരോന്ന് ഡിവൈഡ് ചെയ്ത് എടുത്തുന്നുള്ളൂ. അപ്പോ അത് മിസ് ചെയ്യരുത് ആ ചാപ്റ്റർ. അശ്വതി ടീച്ചറിന്റെ ഒന്നില്ലെങ്കിൽ ടീച്ചറിന്റെ എഴുതുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എടുത്തോണ്ട് നമ്മുടെ ചേർത്താലും മതി. ഓക്കെ, അപ്പൊ അതും കൂടി ചേർത്തോളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞേക്കുന്ന WHO ആണ്. അപ്പൊ അതിനകത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് WHO എക്സ്പാൻഡഡ് ഫോം ആണ്. WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് WHO എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ പ്രിന്റഡ് നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ എക്സ്ട്രാ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ പറയാ, 1 വേർഡ്സ് ആണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഒന്നാണ് റീഡ് നോക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ അടുത്ത നെക്സ്റ്റ് ഹിസ്റ്ററി ആണ്. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റല്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കിയേ, early the medical treatment was always recognized as the religious services and ceremonies. നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസിനെയും അതുപോലെ തന്നെ സെറമണീസിനെയും ബേസ് ചെയ്തിട്ടായിരുന്നു പണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഇവിടെ നോക്കാം, ഹു ആക്ട് ആസ് ഫിസിഷ്യൻ ഇൻ early era. ഹു ആക്ട് ആസ് ഫിസിഷ്യൻ? ഫിസിഷ്യനായിട്ട് ആക്ട് ചെയ്യുന്ന ആരായിരുന്നു അവിടെ? Priest ആണ്. Priest act as priest were also physician or medical man, care for the spirits, mind and body. Priest or doctors came under the ruling class with the great political influence. Temples, അവരുടെ meeting place ഏതാണെന്ന് പറഞ്ഞേ? Temples or hospitals. Temples or hospitals. പിന്നെ അടുത്തത് അപ്പൊ അവിടെ ചോദിക്കാം, വേർ ഇസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് പ്രീസ്റ്റ് ഇൻ early era? മീറ്റിംഗ് പ്ലേസ് എവിടെയായിരുന്നു? ടെമ്പിൾസ് ഓർ ഹോസ്പിറ്റൽസ്. അപ്പൊ അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് അതിനകത്തുനിന്ന് വരുന്നത്. ആ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ നിന്ന് early the medical treatment was recognized as dash. എന്നിട്ട് ബേസ് ചെയ്തിട്ടായിരുന്നു? റിലീജിയസ് സർവീസസ് ആൻഡ് സെറമണീസ് ബേസ് ചെയ്തിട്ടായിരുന്നു. ഇവിടെ ഫിസിഷ്യൻ ആയിട്ട് ആക്ട് ചെയ്തത് ആരാണ്? പ്രീസ്റ്റ് ആണ്. ഫിസിഷ്യൻ ഓർ മെഡിക്കൽ മാൻ ആയിട്ട് ആക്ട് ചെയ്തത് പ്രീസ്റ്റ്. പിന്നെ അതിനകത്ത് വരുന്നത് മീറ്റിംഗ് പ്ലേസ് എവിടെയാണ്? മീറ്റിംഗ് പ്ലേസ് ഓഫ് പ്രീസ്റ്റ് ഇൻ early era. എവിടെയായിരുന്നു? ടെമ്പിൾസ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആണ്. ഇനി അടുത്ത് നോക്കാം, early ഇറയിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. ഇത് 5 ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് ഏത് വേണമെങ്കിലും ചോദിക്കാം. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ഏതൊക്കെയായിരുന്നു? 5 ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ്. Mesopotamian hospital, ഇന്ത്യൻ ഹോസ്പിറ്റൽ. ഇത്രയാണ് നമ്മള് early ഇറയിൽ വരുന്ന ഹോസ്പിറ്റൽസ്. അതിനകത്ത് ഫസ്റ്റ് മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ ആണ്. Mesopotamian hospital first appeared 4000 years ago in ancient region of Southwest Asia known as Mesopotamia. ഇവിടെ പറയുമ്പോ നമ്മുടെ ഹ്യൂമറാബിസ് കോഡ് അത് നോക്കാം. അത് ഏത് ഹോസ്പിറ്റലിലാണ് ഹ്യൂമറാബിസ് കോഡ് എക്സിസ്റ്റ് ചെയ്തത്? ഏത് ഹോസ്പിറ്റലിൽ സമയത്താണ്? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ പഠിക്കുമ്പോൾ തന്നെ ഹ്യൂമറാബിസ് കോഡ് നോക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ കെയിം ഫ്രം സുമർ. ഇവിടെ എന്തായിരുന്നു ഫസ്റ്റ് റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത്? മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസില് സുമർ ഇൻ ഏൻഷ്യന്റ് ബാബിലോണിയൻ. പിന്നെ അടുത്തത് ഈ ട്രീറ്റ്മെന്റ് ഗ്രീക്ക് ഹോസ്പിറ്റലാണ്. ഗ്രീക്ക് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് എന്തിനു ബേസ് ചെയ്തിട്ടായിരുന്നു? ബേസ്ഡ് ഓൺ മാജിക് റിലീജിയസ് റിച്വൽസ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഹിപ്പോക്രാറ്റസ് അല്ലെ? ഗ്രീക്ക് ഹോസ്പിറ്റലിൽ പറയുന്നതാണ് ഹിപ്പോക്രാറ്റസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. അത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? ആരാ ഫാദർ?
മെഡിസിന്റെ ഫാദർ Hippocrates. Hippocrates, father of medicine, used a logical, non-religious approach to medicine. പിന്നെ അടുത്താണ് റോമൻ ഹോസ്പിറ്റൽ. അതിനോട് ചോദിക്കാം, who was the first to make the institutional care of the sick and injured? ആരായിരുന്നു ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്ഥാപിച്ചത്? ഏത്? Roman hospital. Roman ആയിരുന്നു. Roman was first to make the institutional care of the sick and injured. പിന്നെ അതുപോലെ തന്നെ മിലിറ്ററി ഹോസ്പിറ്റൽസും സ്ലേവ് ഹോസ്പിറ്റൽസും എക്സിസ്റ്റ് ചെയ്തത് ആരുടെ ഏത് ഹോസ്പിറ്റലിന്റെ ടൈമിലായിരുന്നു? Roman hospital. ഹോസ്പിറ്റൽ. അതും ചോദിക്കാം കേട്ടോ. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് ആർ എക്സിസ്റ്റഡ് ദെൻ ഇൻ റോമൻ ഹോസ്പിറ്റലിന്റെ ഇതിലാണ്. പിന്നെ അടുത്താണ് അറബിക് ഹോസ്പിറ്റൽസ്. റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് ആൻഡ് few Christian hospitals were no matches for number, organization, excellence of the Arabic hospitals. അത് ഇതെല്ലാം നമ്പറിന്റെ കാര്യത്തിലോ പിന്നെ അത് ഓർഗനൈസേഷന്റെ കാര്യത്തിലോ എക്സലൻസ് മികവിന്റെ കാര്യത്തിലോ ഒന്നും ഈ അറബിക് ഹോസ്പിറ്റലിനോളം വലുതായിരുന്നില്ല. അപ്പൊ അറബിക് ഹോസ്പിറ്റൽ തന്നെയാണ് ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ലാസ്റ്റ് ആണ് ഇന്ത്യൻ ഹോസ്പിറ്റല്. ഇന്ത്യൻ ഹോസ്പിറ്റല് അവിടെ നമ്മള് കിങ് അശോകന്റെ കാര്യം പറഞ്ഞു. ഡ്യൂറിംഗ് ദ George's reign of King Ashoka, Indian hospital started to look like a modern hospital. അപ്പൊ ഇന്ത്യൻ ഹോസ്പിറ്റൽസ് ആരുടെ കീഴിലായിരുന്നു മോഡേൺ ഹോസ്പിറ്റലായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്? Ashoka. പീരീഡിലായിരുന്നു. ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ ഓഫ്, അവിടെ ഫോളോ ചെയ്ത പ്രിൻസിപ്പിൾ ഏതൊക്കെയായിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് sanitation and cesarean section. Principle of sanitation and the cesarean section were operated. Physician, ഇവിടെ physician എങ്ങനെയാ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യൻ ഹോസ്പിറ്റലില്? 1 for every 10 villages. 1 for 10 village. ഓരോ 10 വില്ലേജിനും ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയിലാണ് അവിടെ അപ്പോയിന്റ് ചെയ്തത്. പിന്നെ അത് ലാസ്റ്റ് തന്നേക്കുന്നത് needs of the population and regional hospitals for the infirm and destitute were built by Buddha. ഇതിന്റെ കാലത്താണ് ഇൻഫോം ആയിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവർക്കും ഒരു വേണ്ടിയിട്ടുള്ള ഒരു റീജിയണൽ ഹോസ്പിറ്റലിൽ വന്നത്. ഇത്രയാണ് അതിനകത്ത്. 5 ഹോസ്പിറ്റൽസ് നോക്കുക. മെസോപ്പൊട്ടാമിയൻ, ഗ്രീക്ക് ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽ, അറബിക് ഹോസ്പിറ്റൽ, ഇന്ത്യൻ ഹോസ്പിറ്റൽ. അപ്പൊ അത്രയും ഇത് നോക്കുക അതിനകത്ത്. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ് ആണ്. മിഡിൽ ഏജ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പൊ എന്താണ് 2 റീസൺ അവിടെ പറയുന്നത്? യൂറോപ്പിലെ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള 2 റീസൺസ് ഏതൊക്കെയാ പറഞ്ഞത്? Pope Innocent III in 1198 advised ചെയ്തു and persuaded wealthy Christian to build a hospital in every town. രണ്ടാമത്തെ റീസൺ ആണ് increased revenue. അല്ലെ, വർദ്ധിച്ച വരുമാനം made by available from the commerce with the crusaders. ക്രൂസൈഡേഴ്സും ആയിട്ടുള്ള വാണിജ്യത്തിലുണ്ടാകുന്ന അധിക വരുമാനം യൂറോപ്പില് ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അവിടെ 2 റീസണാ പറഞ്ഞേക്കുന്നത്. പിന്നെ അടുത്ത റിനൈൻസസ് ഏജ് ആണ്. ഏതാണ് ഡ്യൂറേഷൻ ഒന്ന് നോക്കുക. ഏതൊക്കെയാണ്? 1500 to 1700 AD വരെയാണ് റിനൈൻസസ് ഏജ്. അപ്പൊ ഡ്യൂറേഷൻ ഒന്ന് നോക്കാം കേട്ടോ. റിനൈൻസസ് ഏജ് 1500 to 1700 AD വരെയാണ്. പിന്നെ end of the 15th centuries, many cities and towns supported some kind of institutional health care. പിന്നെ അടുത്ത മോഡേൺ പീരീഡ് ആണ്. ഇത് നോക്കാം. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ മോഡേൺ പീരീഡ് latest from the 14th to 16th the first incorporated hospital. അത് ഏതായിരുന്നു ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ? Pennsylvania ഹോസ്പിറ്റൽ ഇൻ ഫിലഡൽഫിയ. അതൊന്ന് നോക്കാം. പിന്നെ ഹോസ്പിറ്റൽ എവല്യൂഷൻ ആണ്. അതിനകത്തുനിന്ന് എട്രിയ, the first Indian physician and teacher who lived in the University of Tashishila. ചോദിക്കാം, who is the first Indian physician and teacher lived in the University of Tashishila? Etria.
പിന്നെ അടുത്ത സിശ്രുത, ഫാദർ ഓഫ് സർജറി. അതും ചോദിച്ചിട്ടുണ്ട്. ഹു ഈസ് ദ ഫാദർ ഓഫ് സർജറി? ഞാൻ പറഞ്ഞു സർജറി എസ്, സിശ്രുത എസ്, രണ്ടും എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. ഫാദർ ഓഫ് സർജറി സിശ്രുതയാണ്. പിന്നെ അടുത്തത് സിശ്രുതയുടെ ടെക്സ്റ്റ് ഏതായിരുന്നു? ഇൻഫ്ലുവൻസൽ ഡെസർട്ടേഷൻ ഏതായിരുന്നു? സംഹിത. The main origin of knowledge about surgery in India. സിശ്രുത സംഹിത എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഡെസർട്ടേഷൻ. ദ മെയിൻ ഒറിജിൻ, അതിനകത്ത് എന്താ പറയുന്നത്? മെയിൻ ഒറിജിൻ ഓഫ് നോളജ് ആൻഡ് നോളജ് അബൌട്ട് ദ സർജറി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. പിന്നെ അടുത്താണ് ചരക. This made contribution to Ayurveda, system of medicine and lifestyle. He is known as the editor of medical treatise named Charaka Samhita. Charaka Samhita. Okay, Charakinte medical treatise text ആണ് Charaka Samhita. അതെന്ന് പറഞ്ഞാൽ ചരക സംഹിത എന്ന് പറയുന്നത് the one of the basic text of classical Indian medicine and Ayurveda. പിന്നെ അടുത്തത് വന്ന് നോക്ക. ചരക ദ ഫാദർ ഓഫ് ആയുർവേദ. ഫാദർ ഓഫ് ആയുർവേദ ചരക. ഫാദർ ഓഫ് സർജറി സിശ്രുത. പിന്നെ അടുത്ത സിക്സ്ത് ഇതിനകത്ത് വരുന്ന ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ബുദ്ധ ആൻഡ് അശോക. പിന്നെ അശോക് began the principle of hygiene were followed and C-section were performed. പിന്നെ regional hospital for the infirm and destitute were built by Buddhas. Akbar period യുനാനി മെഡിസിൻ. അതും ചോദിക്കാം കേട്ടോ. യുനാനി മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ടൈമിലായിരുന്നു? അക്കടെ കാലഘട്ടത്തിലായിരുന്നു. അക്കടെ കാലഘട്ടത്തിലായിരുന്നു യുനാനി മെഡിസിൻ. അക്ബർസ് പീരിയഡ്. പിന്നെ അടുത്താണ് 17th century. ഇതിനകത്ത് കുറച്ച് ഡേറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. The modern system of medicine by arrival Christian missionaries in South India. East India Company established first hospital. First hospital 1664 ചെന്നൈയില് for soldiers and in 1668 for civilians. Civiliansന് 1668 ചെന്നൈയിലും സോൾജേഴ്സിന് 1664 ചെന്നൈയിലും ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. Okay, next are the constant growth during the 18th and 19th century. First medical college in Calcutta. എവിടെയായിരുന്നു? കൽക്കട്ടയിലാണ് ഫസ്റ്റ് മെഡിക്കൽ കോളേജ്. in 1835 മുംബൈയില്, 1845 ചെന്നൈയില്, 1850 നോക്കാം. അടുത്തത് ഇതിന് ലാസ്റ്റ് എമർജൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ. അതിനകത്ത് റേഷ്യോസ് പറഞ്ഞേക്കുന്നത് ബെഡ് ടു പോപ്പുലേഷൻ റേഷ്യോ, ഡോക്ടർ ടു പോപ്പുലേഷൻ റേഷ്യോ. അങ്ങനെ റേഷ്യോസ് ആയിട്ടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഇത് എന്താ പറയാ ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി ആണ്. അപ്പൊ അത് നമ്മുടെ എന്താ പറയാ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിനകത്ത് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. എഴുതണമെന്നില്ല, നമ്മളതൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിലും നമുക്ക് ഈ 1ഉം 2ഉം ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട് കേട്ടോ. ഹു ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ? പറഞ്ഞതാണ് നമ്മള്. ഹിപ്പോക്രാറ്റസ്. വെരി ഗുഡ്. ഹിപ്പോക്രാറ്റസ്. The first hospital established by East India Company for soldiers in 1664 is at dash. എവിടെയാ? ചെന്നൈ. ചെന്നൈ. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് ചെന്നൈ, മുംബൈ, കൽക്കട്ട, പൂനെ എന്നാണ് ഓപ്ഷൻസ്. ഫസ്റ്റ് ഹോസ്പിറ്റൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോർ സോൾജേഴ്സ്. പറഞ്ഞിട്ടുണ്ട് ഫോർ സോൾജേഴ്സ് ഇൻ 1664 ചെന്നൈയിലാണ്. നോക്കിയേ, ദ ഇയർ വിച്ച് ദ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൽക്കട്ട. ഇയറാ ചോദിച്ചേക്കണേ. 1835. 1835. ഓക്കെ. ഹു ഈസ് ദ ഫാദർ ഓഫ് ആയുർവേദ? ഫാദർ ഓഫ് ആരാണ് ആയുർവേദ? ചരക. ചരക. ഓക്കെ, വെരി ഗുഡ്. ചരക. The father of Ayurveda, Charaka.
which is the first incorporated hospital in America? അത് നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. പെൻസിൽവാനിയ. പെൻസിൽവേനിയ ഹോസ്പിറ്റൽ. എവിടെയായിരുന്നു അത്? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിലെ പെൻസിൽവേനിയ ഹോസ്പിറ്റൽ ആണ് ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ഹോസ്പിറ്റൽ. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. In which of the following hospitals was Hammurabi's code existed? In which of the following hospitals was the Hammurabi's code existed? ഇപ്പൊ നമ്മള് 5 ഇത് പറഞ്ഞായിരുന്നു. ഹോസ്പിറ്റൽ, മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ, റോമൻ ഹോസ്പിറ്റൽസ്, അറബിക് ഹോസ്പിറ്റൽസ്. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽസ് ആണ്. ജാസ്മിൻ മാത്രമാണ് പറയുന്നുള്ളൂ. ജാസ്മിന്റെ സൗണ്ട് മാത്രമേ ഞാൻ കേൾക്കണുള്ളൂ. സുമിത്രയുണ്ട്. ജാസ്മിൻ ചെടേന്ന് പറയാ ടീച്ചറെ. അപ്പൊ ഞങ്ങക്ക് എത്തുന്നില്ല. എത്തുന്നില്ല. ഓക്കെ, ഞാൻ 1 by 1 ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഓരോരുത്തരോട് ചോദിക്കാം. നവമി ഉണ്ട്, ഷാരോൺ ഉണ്ട്. കുറെ നേരം ഞാൻ നോക്കുന്നു. അപ്പൊ എല്ലാവരോടും ചോദിക്കാം. നിങ്ങളും ജസ്റ്റ് അറിയില്ലെങ്കിൽ ആ നോട്ട് തന്നെ ഒന്ന് വേഗം നോക്കി കണ്ടുപിടിച്ച് പറയാം. അപ്പൊ നോട്ട് ഒന്നുകൂടെ നമുക്ക് ഈ ഒരു 2 ചാപ്റ്റർ നമുക്ക് കുറച്ചുകൂടി ഒരു ഇതാവും. ഓക്കെ, ഇനി അടുത്ത സുമിത്ര പറഞ്ഞോട്ടോ. In which period the military and the slave hospital existed? ഇതിനകത്ത് തന്നെ ചോദിച്ചേക്കുന്നതാണ്. In which period the military and the slave hospital existed? Roman period, Arabic period, Akbar's period, none of the above. Mitra, ഏതാണ്? റോമൻ. Okay, very good. Roman period. Military and the slave hospital existed Roman period. Next, അതാണ് നവമി. Who is the father of Ayurveda? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചരക. ഓക്കെ. നെക്സ്റ്റ് ഷാരോൺ. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാണ്. ഇതിന് വേറെ ഞാൻ നോക്കട്ടെ. The first recorded prescription came from Dash in ancient Babylonian. The first recorded prescription came from. എവിടെ നിന്നാണ് ആ ചരിത്രത്തിലെ ആദ്യത്തെ റെക്കോർഡഡ് പ്രിസ്ക്രിപ്ഷൻ വന്നത്? നോക്കിയേ, അറിയില്ലെങ്കിൽ വേഗം കണ്ടുപിടിച്ചേ. അപ്പൊ നിങ്ങൾ ആ നോട്ട് അത്രയും നോക്കുമല്ലോ. ഫസ്റ്റ് എല്ലാവരും കണ്ടുപിടിച്ചോട്ടോ. The first recorded prescription came from ഷാരോണിന് കിട്ടിയോ? ഇല്ല മിസ്സേ. കിട്ടിയില്ലേ? ഏൻഷ്യന്റ് ഒന്നോടെ നോക്കിയേ. വേഗം നോക്കിയേ. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയത് തന്നെയല്ലേ. മെസോപ്പൊട്ടാമിയൻ ഹോസ്പിറ്റൽ എടുത്തേ. അതിനകത്ത് ലാസ്റ്റ് നോക്കിയേ, ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. കണ്ടോ? ഷാരോൺ കണ്ടോ? കണ്ടു മിസ്സേ. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തല്ലോ കേട്ടോ. The first recorded prescription came from Sumer. Next, ഒരു ക്വസ്റ്റ്യൻ കൂടി ഷാരോൺ ഒന്ന് നോക്കിയേ. Who was the first to make the institutional care of the sick and injured? അതിനകത്ത് തന്നെ വരുന്നതാണ്. ആ ഒരു 5 ഹോസ്പിറ്റലിൽ വരുന്നതാണ്. Who was the first to make the institutional care of the sick and injured? Indian. Option A, Indian. B, Roman. European. Arabic. First institutional care of the sick and injured. റോമൻ. ഓക്കെ, വെരി ഗുഡ്. റോമൻ. കണ്ടില്ല, അതിന്റെ താഴെ റോമൻ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട്. റോമൻ വാസ് ദ ഫസ്റ്റ് ടു മേക്ക് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ദ കെയർ ഓഫ് ദ സിക്ക് ആൻഡ് ഇൻജുറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാസ്മിൻ. ഇനി നെക്സ്റ്റ്
In which period the Unani medicine introduced? ഏത് പീരീഡിലാ യുനാനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞാണ്? In which Akbar's period. ഓക്കെ, അക്ബർ പീരീഡിലാണ് ലാസ്റ്റ്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളെ ഈ സെക്കൻഡ് എന്താ പറയാ ഹോസ്പിറ്റൽ എവല്യൂഷന്റെ ലാസ്റ്റ് കണ്ടോ യുനാനി മെഡിസിൻ അക്ബേഴ്സ് പീരീഡ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ. ഇത് ഇനിയാണ് നമ്മുടെ ചാപ്റ്ററിലേക്ക് നമ്മൾ ഓടുന്ന ബ്ലഡ് ബാങ്ക് ആണ് നെക്സ്റ്റ് 18ാമത്തെ. അപ്പൊ നിങ്ങൾ ഈ നോട്ട് ഒന്നോടെ നോക്കിയേ, ഈ പ്രിന്റഡ് നോട്ട് നോക്കിയേ. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇതിനകത്ത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുന്നത് ആദ്യത്തെ നമ്മൾ ആ പാരഗ്രാഫില് നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ ഹോസ്പിറ്റൽസ് 5 നോക്കണം കേട്ടോ. മെസൊപ്പൊട്ടാമിയൻ, ഗ്രീക്ക്, റോമൻ, അറബിക്, ഇന്ത്യൻ, ഈ ഹോസ്പിറ്റൽസ് അത് 5 നിങ്ങൾ നോക്കണം. പിന്നെ അടുത്തത് നമ്മുടെ ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജസ്. അതിനകത്ത് ആ ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള 2 റീസൺ ആണ് അവിടെ പറഞ്ഞേക്കുന്നത്, അത് നോക്കാം. പിന്നെ അടുത്തത് റിനൈസൻസ് ഏജ്, മോഡേൺ പീരീഡ്, ഹോസ്പിറ്റൽ എവല്യൂഷൻ. ഇതിനകത്ത് നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ എവല്യൂഷനിൽ സുശ്രുത ചരക ആ ടെക്സ്റ്റ് ബുക്കുകള്, പിന്നെ അടുത്ത ഏത് പീരീഡിലാണ് ഓരോന്ന് നമ്മൾ നോക്കാം. അശോക ശ്രീകാൻ പ്രിൻസിപ്പിൾ ഓഫ് ഹൈജീൻ വെയർ ഫോളോഡ് ആൻഡ് സി സെക്ഷൻ പെർഫോംഡ്, അത് വന്നിട്ടുണ്ട്. പിന്നെ 17th സെഞ്ചുറിയിൽ നമ്മൾ ആ ഓരോ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് എവിടെയാണ്, ആ ഇയറും ഒക്കെയാണ് നോക്കേണ്ടത്. ഇത്രേ ഉള്ളൂ. ഇത് കുഴപ്പമില്ലല്ലോ, ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ വലിയ പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ ഒരുവിധമൊക്കെ റിവൈസ് ചെയ്തതുമാണ്, നിങ്ങൾ പഠിച്ചതുമാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ചാപ്റ്റർ 18ാമത്തെ ബ്ലഡ് ബാങ്ക് നോക്കാം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോ നമുക്ക് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഓർക്കാനും ഒക്കെ പറ്റല്ലേ? ഓക്കെ, നോക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മള് ബ്ലഡ് ബാങ്ക് നമ്മൾ പറഞ്ഞു. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് മെയിൻ ഫങ്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ നിങ്ങളോട് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻ ഓഫ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അതാ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നോക്കാം ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ഷാരോൺ പറഞ്ഞേ, എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നത്? ടീച്ചർ ബ്ലഡ് ബാങ്ക് എത്രാമത്തെ പാടാന്ന് പറഞ്ഞേ? 18ാമത്തെ. നിങ്ങളുടെ 18 കിടക്കുന്നേ ആണോ? 18 ആണ് ബ്ലഡ് ബാങ്ക്. അപ്പൊ നമുക്ക് 1ഉം 2ഉം കഴിഞ്ഞാൽ പിന്നെ 18 ആണ് ബ്ലഡ് ബാങ്ക്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ചാപ്റ്ററിൽ ചിലപ്പോ പ്രിന്റഡ് നോട്ടിൽ ചിലപ്പോ ചാപ്റ്റേഴ്സിന്റെ ആ നമ്പർ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചാപ്റ്റർ നോക്കാം. ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി, പിന്നെ അടുത്ത ബ്ലഡ് ബാങ്ക്. ഓക്കെ, ഷാരോൺ പറഞ്ഞ ഫങ്ഷൻസ് ഏതൊക്കെയാ വന്നേന്ന് ബ്ലഡ് ബാങ്കിന്റെ? ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നോടെ ഓർമ്മ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണെങ്കിലും ഏത് ഭാഗത്തു നിന്നാന്നുള്ളതും നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതില് ചോദിക്കാം. ഓക്കെ, പറഞ്ഞോ ഷാരോണേ. Responsive to arrange a request for blood component. Blood bank function. Validating pre-transfusion sample and request to receive the blood and blood product. Validating pre-transfusion samples and request to receive the blood and blood product. Validating checking ആണ് കേട്ടോ, ചെക്ക് ചെയ്യുക. അടുത്തത് Evaluation of immunological suitability between donor and the patient. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നില്ലേ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസുകളാണ്? നോക്കാട്ടോ, ഓരോന്നും വായിക്കുമ്പോ നോക്കാം. ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ suitability between the donor and patient. പിന്നെ choosing the suitable blood components for each clinical condition. Suitable blood component for each clinical condition.
ബ്ലഡ് കമ്പോണന്റ് സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻസ് നമ്മൾ നോക്കണം. പിന്നെ അടുത്തത് condition, delivery and handling of blood components. കോഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ഡെലിവറി, ശ്രദ്ധിച്ച ഡെലിവറി നടത്തുക. അതുപോലെ തന്നെ ബ്ലഡ് കമ്പോണൻസ് ഒക്കെ ശ്രദ്ധയോടുകൂടി ഹാൻഡിൽ ചെയ്യുക. കോഷ്യസ് ഡെലിവറി ആൻഡ് ഹാൻഡിലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. പിന്നെ നെക്സ്റ്റ് ഏതാ? Inventory and stock management of a blood and its elements. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് എലിമെന്റ്സ്. പിന്നെ Communication with the blood establishment. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നിലേക്ക് ചോദിക്കാം, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ ഫങ്ഷൻസ് നോക്കാം. പിന്നെ അടുത്ത് നമ്മൾ ചോദിച്ചേക്കുന്നത് പറഞ്ഞേക്കുന്നത് ലൊക്കേഷൻ ആണ്. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ? സുമിത്ര ഒന്ന് വായിച്ചേ, എന്തൊക്കെയാണ് ലൊക്കേഷൻ പറഞ്ഞേക്കുന്നത്? Typically should be situated on the ground floor. ഇവിടെ ഇങ്ങനെ ചോദിക്കാം, അപ്പൊ ബ്ലഡ് ബാങ്ക് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഡാഷ് ഫ്ലോർ, ടോപ്പ് ഫ്ലോർ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ഗ്രൗണ്ട് ഫ്ലോർ. ബ്ലഡ് ബാങ്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സിറ്റുവേറ്റഡ് ഓൺ ദ ground floor. ground floor. Okay, next. Easy visibility. Easy visibility. In near proximity with the emergency department, hospital, OT complex. ഇതിനോടൊക്കെ ക്ലിയർ ആയിരിക്കണം. ഓപ്പറേഷൻ ചേർന്നായിരിക്കണം. പിന്നെ അടുത്തത് it will have distinct entry and exit with wide corridor and waiting space in റെഡ്യൂസ് ചെയ്യാന്നുള്ള മീനിങ്. ട്രാഫിക് കൺജക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടിയൊക്കെ എൻട്രിയും എക്സിറ്റ് വേണം. പിന്നെ അതുപോലെ തന്നെ വൈഡ് കോറിഡോർസ് ആൻഡ് വെയിറ്റിംഗ് സ്പേസും വേണം. ലാസ്റ്റ് പോയിന്റ്, it must be spacious through with minimum public entry so that there is no interference the work of the lab technician. ലാബ് ടെക്നീഷ്യന്റെ വർക്കിനെയൊക്കെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ മിനിമം പബ്ലിക് എൻട്രി ആയിരിക്കണം. മിനിമം പബ്ലിക് എൻട്രി അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിരിക്കണം. ഓക്കെ, എത്രയാണ് അതിനകത്ത് വരുന്നത്? അപ്പൊ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നോക്കുക. നെക്സ്റ്റ് നമ്മൾ ഓർഗാനോഗ്രാമ പറഞ്ഞത്. അതിനകത്ത് ഇതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ ബ്ലഡ് ബാങ്ക്, അല്ലെങ്കിൽ HOD എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ഏതാ HODയുടെ എക്സ്പാൻഡഡ് ഫോം? Head of department. Head of the department, HOD. പിന്നെ അതിനകത്ത് who comes under blood transfusion officer? ആരാ? BTO. ടെക്നീഷ്യൻ ആണ് BTO. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിൽ വരുന്നത് ആരാണ്? ടെക്നീഷ്യന്റെ കീഴിൽ വരുന്നത് ആരാണ്? അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. അപ്പൊ ഇതിനകത്ത് വേറെ ഇല്ല. നിങ്ങൾ ആ ഓർഗാനോഗ്രാം ഒന്ന് പഠിക്കുക. മെഡിക്കൽ ഡയറക്ടർ, HOD, ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജർ ആണ്. അതിന് വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ സൂപ്പർവൈസർ, ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ വരുന്ന ക്ലർക്ക്, നേഴ്സ്, PRO വരുന്നുണ്ട്. പിന്നെ BTO ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിൽ വരുന്നത് ആരൊക്കെയാ ജാസ്മിൻ? കേട്ടില്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിൽ വരുന്നവരാരൊക്കെയാ? ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ. ടെക്നീഷ്യനും ഉണ്ട്, അസിസ്റ്റന്റ് ടെക്നീഷ്യനും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് തന്നേക്കുന്നത് ആരാണ്? വാട്ട് ടെസ്റ്റ് ആർ ബി ഡൺ ഇൻ? അത് ചോദിക്കാം കേട്ടോ. ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ നവമി എന്ന് പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബ്ലഡ് ബാങ്കിൽ ടെസ്റ്റ് നടത്തുന്നത്? ABO ഗ്രൂപ്പ് ബ്ലഡ് ടൈപ്പ് നോക്കും. പിന്നെ RH ടൈപ്പിംഗ് നോക്കും. RH പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. അടുത്തത് സ്ക്രീനിങ് ഫോർ എനി ആക്സിഡന്റൽ റെഡ് blood cell antibodies that may cause complications in the recipient, that is transfusion reaction test.
ദാറ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. പിന്നെ അടുത്തത് സ്ക്രീനിങ് ഓഫ് current or past infections including ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നോക്കും. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഈ ചില പ്രിലിമിനറി ടെസ്റ്റ് ആദ്യം പറഞ്ഞു ബോഡി ഫിറ്റ് ആണോ, അതിനാവശ്യത്തിലുള്ള ബ്ലഡ് ഉണ്ടോ, ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നതിന് പുറമെ ഈ ടെസ്റ്റുകൾ കൂടി ബ്ലഡ് ബാങ്കിൽ നടക്കും. ബ്ലഡ് ടൈപ്പ് നോക്കും, അത് ആർച്ച് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് നോക്കും. പിന്നെ അടുത്തത് ഏതാണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ടെസ്റ്റുകൾ നോക്കും. സ്ക്രീനിങ് ഫോർ കറന്റ് ഓർ പാസ്റ്റ് ഇൻഫെക്ഷൻ, നേരത്തെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കും. അത് ഏതൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV വൈറസ്, ട്രിക്കോണിമ കാൻഡിഡം. സിറ്റസിന് കാരണമാകുന്ന ഒരു ബാക്ടീരിയയാണ് ട്രിക്കോണിമ കാൻഡിഡം എന്ന് പറയുന്നത്. ഇതെങ്ങനെയുള്ള പാസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നോക്കും. ഇത്രയും ടെസ്റ്റുകൾ നോക്കും ബ്ലഡ് ബാങ്ക്. പിന്നെ നമ്മൾ ഇതിനകത്ത് എന്താ പറയാ ഇല്ലാത്ത ഒരു ഇതാണ് ബ്ലഡ് ടൈപ്പിന്റെ ആ ഒരു ഇത് നിങ്ങൾ എഴുതിയെടുക്കുന്ന ഓർമ്മല്ലേ? ആ ഒരു ടേബിൾ നമ്മൾ എഴുതിയിട്ട് ഏതൊക്കെ ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണർ റെസിപ്പിയന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞപ്പോ എഴുതിയിട്ടില്ലേ? ആ ഒരു ടേബിളും നിങ്ങൾ പഠിക്കണം കേട്ടോ. ആ ടേബിളിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മള് ആ ടേബിൾ ഇനി ഞാൻ പറയുന്നില്ല. അപ്പൊ അതിനകത്ത് ആ ടേബിള് എല്ലാവരും എഴുതിയെടുത്തല്ലേ അന്ന് ടേബിളൊക്കെ? അത് ഒന്ന് നോക്കുക കേട്ടോ. ഗ്രൂപ്പ്, ആന്റിജൻ, ആന്റിബോഡി, ഡോണേഴ്സ്, റെസിപ്പിയന്റ്. അപ്പൊ അതിനകത്ത് ഏതൊക്കെയാണ്? ഇപ്പൊ ഗ്രൂപ്പ് എ ആണെങ്കിൽ അവർക്കൊരു ആന്റിജൻ ഏതായിരുന്നു? എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ആന്റിജൻ എ ആണ്. ആന്റിബോഡി ബി ആണ്. ആന്റിജൻ എ ആണ്. അവർക്കടെ ആന്റിജൻ വരൂല. ആന്റിജന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിബോഡിയാണ് വരുന്നത്. അപ്പൊ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ആർക്കൊക്കെ റിസീവ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ ടേബിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ നിന്ന് തന്നെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ഇതും ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ബ്ലഡ്? ബ്ലഡിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് 4 കമ്പോണന്റ് ആണ് അടുത്തതായിട്ട് വരുന്ന. RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ്, WBC ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ബ്ലഡിലെ കമ്പോണൻസ്. അതിനകത്ത് ഫസ്റ്റ് സുമിത്ര, ഫസ്റ്റത്തെ ഏതായിരുന്നു? ഫസ്റ്റത്തെ ഏതാ? റെഡ് ബ്ലഡ് സെൽ അല്ലേ? റെഡ് ബ്ലഡ് സെൽസ്. അതിന്റെ ഷോർട്ട് ഫോം ഏതാ? RBC. അതിന്റെ സയന്റിഫിക് നെയിം ഏതായിരുന്നു RBCയുടെ? സയന്റിഫിക് നെയിം നമ്മൾ എഴുതിയല്ലോ RBCയുടെ. റെഡ് ബ്ലഡ് സെൽസ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്. അതുകൂടി നോക്കണം കേട്ടോ. സയന്റിഫിക് നെയിം തന്നിട്ടുള്ളതിന്റെ നോക്കാം. എറിത്രോസൈറ്റ്, ERYTHROCYTES. എറിത്രോസൈറ്റ്സ് എന്നാണ് പറയുന്നത്. RBC എന്തായിരുന്നു ഫംഗ്ഷൻ? RBCയുടെ ഫംഗ്ഷൻ എന്താ? Transport oxygen to the tissues in the body and are commonly used to treats of anemia. അപ്പൊ ചോദിക്കും ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് സെല്ലിലേക്ക് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? The cells transport the oxygen to the tissues in the body and are commonly used to treat of anemia. Okay, RBC. ജാസ്മിന്റെ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ? ഞാൻ ഓരോരുത്തരോടും ചോദിക്കാം. അല്ലെങ്കിൽ ഒരാൾ മാത്രം വേഗം പറയുമ്പോൾ എല്ലാവർക്കും കിട്ടില്ല. ഓരോരുത്തർ ചോദിക്കാം. അപ്പൊ സുമിത്ര പറഞ്ഞു RBC. RBCയുടെ ഫംഗ്ഷൻ എന്താണ്? The cell transport oxygen to the tissues in the body. അപ്പൊ അതിനകത്ത് ചോദിക്കും that cell transport the oxygen to the tissues in the body. RBC. രണ്ടാമത്തെ ആണ് പ്ലേറ്റ്ലെറ്റ് പറഞ്ഞത്. ജാസ്മിൻ എന്തായിരുന്നു ഫംഗ്ഷൻ പ്ലേറ്റ്ലെറ്റിന്റെ? They carry blood, help the blood to float and are used to treat leukemia and other form of cancer. അപ്പൊ ഏത് സെല്ലാണ് ബ്ലഡ് ഫ്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഏത് ബ്ലഡിലെ കമ്പോണന്റ് ആണ്? ഏത് കമ്പോണന്റ്? ബ്ലഡ് ഫ്ലോട്ട്. പ്ലേറ്റ്ലെറ്റ് ആണ്
പ്ലേറ്റ്ലെറ്റിന്റെ സയന്റിഫിക് നെയിം എന്താ? Thrombocytes. Thrombocytes. Which ഇവിടെ ചോദിക്കാം, which blood cells help in blood clotting? Platelet. പഠിച്ചാ? Okay. ഷാരോൺ മൂന്നാമത്തെ പറഞ്ഞേ. WBC. എന്തായിരുന്നു സയന്റിഫിക് WBC. നെയിം? White blood cells. ലൂക്കോസൈറ്റ് എന്നാണ് സയന്റിഫിക് നെയിം. ലൂക്കോസൈറ്റ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു WBCയുടെ? Helping fighting infection and blood cells help in fighting infection. Fight ചെയ്യുന്നത് ഏത് സെല്ലാണ്? WBC ആണ്. WBC. And help the immune process. Immunity, രോഗപ്രതിരോധ ശേഷിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെൽസ് ആണ് WBC. ഓക്കെ, നെക്സ്റ്റ് പ്ലാസ്മയാണ്. അത് നവമി പറഞ്ഞേ. പ്ലാസ്മ The watery fluid part of the blood in which the red blood cells, white cells, and platelets are suspended. അവിടെ ചോദിക്കുക, dash is the watery fluid part of the blood. ബ്ലഡിലെ വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ഏതാ? പ്ലാസ്മയാണ്. പ്ലാസ്മയില് in which the RBC, WBC, platelet are suspended. എല്ലാം സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് പ്ലാസ്മയിലാണ്. വാട്ടറി ഫ്ലൂയിഡ് പാർട്ട് ആണ് പ്ലാസ്മ എന്ന് പറയുന്നത്. The plasma is required to carry. എന്താ ചെയ്യുന്നേ? To many parts of the blood through the bloodstream. Plasma performs many functions, including the plasmയുടെ functions helps to maintain blood pressure, provides protein for blood clotting, balance the level of sodium and potassium. സെമിന് ചോദിക്കൂട്ടോ. ഇനിയിപ്പോ ഇതിനകത്ത് എങ്ങനെ ചോദിക്കാം, which of the following is not included in the function of plasma? പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാണ്? അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? അല്ലെങ്കിൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ബ്ലഡ് പ്രഷർ, പ്രൊവൈഡ് ദ പ്രോട്ടീൻ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ബാലൻസ് ദ ലെവൽ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഇത് മൂന്നും പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 ബ്ലഡ് സെൽസും അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് ബ്ലഡും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ക്രയോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് ചോദിക്കാം. ഡാഷ് ഈസ് ദ പോർഷൻ ഓഫ് ദ പ്ലാസ്മ കണ്ടെയ്ൻ പ്രോട്ടീൻ ഫാക്ടർ that help to control bleeding. ഏതാണ് പ്ലാസ്മയുടെ പോർഷൻ? ഏതാണ്? ക്രയോ precipitate. The portion of the plasma that contain clotting factor that help to control bleeding. So, എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന? ക്ലോട്ടിംഗ് ഫാക്ടർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്ന? ഹെൽപ്പ് ടു control bleeding. Control bleeding. Bleeding control ചെയ്യുന്നതാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഏതൊക്കെയായിരുന്നു? ആൽബുമിൻ, immunoglobulin, and the clotting factor concentrate will also be separated and processed for transfusion. ഇതെല്ലാം ഇങ്ങനെയുള്ള ബ്ലഡിലെ ഓരോ കമ്പോണൻസും ഇത് ആൽബുമിനും ഇമ്മ്യൂണോഗ്ലോബുലിനും ക്ലോട്ടിംഗ് ഫാക്ടർ ഒക്കെ പ്രത്യേകം തിരിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു ആ പ്രോസസ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത്. ഓരോന്നും നമ്മൾ പറഞ്ഞ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ മെഷീനിലിട്ട് ഓരോന്നും ബ്ലഡിലെ ഓരോ കമ്പോണന്റും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്തതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ അടുത്താണ് എന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത്? അറിയാലോ, ട്രാൻസ്ഫ്യൂഷൻ. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, സുമിത്ര, ട്രാൻസ്ഫ്യൂഷൻ എന്താ? Blood components are transferred from one person to other person. Other person, അല്ലേ? Blood transfusion is the process in which the blood components are transferred from one person into the bloodstream of another person. ഒരാളുടെ നിന്ന് മറ്റൊരാളുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇത് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൺസിഡർ ആസ് എ നോബിൾ കോസ് ആയിട്ടാണ്, ഒരു മഹത്തായി കൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. ബ്ലഡ് ബാങ്ക്സ് പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞേക്കുന്നത് ആ ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു. അതിനകത്ത് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ, ഏത് ടൈപ്പ് ഓഫ് ബ്ലഡ് ആണെന്ന് ചോദിക്കും. വിച്ച് ബ്ലഡ് ടൈപ്പ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഡോണർ? ഏത് ബ്ലഡ് ടൈപ്പാ? ഓ നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിസിപ്പിയന്റ്
ഷാരോൺ എന്ന് പറഞ്ഞ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്, ടൈപ്പാണ്? AB നെഗറ്റീവ് പോസിറ്റീവ്. AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. അത് രണ്ടും നോക്കണം കേട്ടോ. അതിനകത്ത് ഓപ്ഷൻസ് ഓ പോസിറ്റീവ്, ഓ നെഗറ്റീവ്, AB പോസിറ്റീവ്, AB നെഗറ്റീവ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ് ബ്ലഡ് ടൈപ്പ് എന്ന് തന്നെ ചോദിക്കും. ഓ നെഗറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ ഡോണർ. AB പോസിറ്റീവ് ബ്ലഡ് ടൈപ്പ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ്. ആ ഒരു പാരഗ്രാഫില് അതാണ് എഴുതി ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഇതും ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡ്. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ലോസ്റ്റ് ബ്ലഡ് ആഫ്റ്റർ എ സീരിയസ് ഓർ സർജറി. സർജറി സമയത്ത് കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണം. ഡൈജസ്റ്റീവ് ട്രാക്ട് ബ്ലീഡിങ്, പിന്നെ അടുത്ത ലുക്കീമിയ, lack of healthy RBC cells, radiation therapy, chemotherapy or other cancer treatment, പിന്നെ അടുത്ത liver problem, blood disorders. ഇത്രയും സിറ്റുവേഷൻസിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് ഇങ്ങനെ ചോദിക്കും കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നീഡഡ്. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഇന്ന് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതിന് ബാക്കിയുള്ളത് നിങ്ങൾ നോക്കുക. പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ തന്നെ നമുക്ക് അടുത്ത സെൻട്രൽ സ്റ്റെറൈസ് അപ്ലൈഡ്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വരണം കേട്ടോ. നമുക്ക് റിവിഷൻ ചെയ്യാൻ എളുപ്പമുണ്ടാവും. നിങ്ങൾക്ക് എവിടെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നിപ്പോ പഠിച്ച 1ഉം 2ഉം 3യുടെ ഇത്രയും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഈ റിവിഷന്റെ ഇതൊന്നുകൂടി നിങ്ങൾ നോക്കി നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഓക്കെ, താങ്ക് യു. Thank you, Miss. Okay, thank you, teacher.